നമസ്കാരം. വചന സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ വിചിന്തനത്തിനായുള്ള തിരുവചന ഭാഗം ഏശയ്യാവ് 40-ാം അധ്യായം 8-ാം വാക്യം. പുല്ലുണങ്ങുന്നു, പൂവ് വാടുന്നു, എന്നാൽ ദൈവത്തിൻ്റെ വചനം എന്നേക്കും നിലനിൽക്കും. പ്രിയമുള്ളവരെ, രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളെ ഒരുമിച്ച് ചേർത്തുള്ള ഒരു വചന ഭാഗമാണ് ഇത്, അല്ലെങ്കിൽ നാം ഇന്ന് കേട്ട ഭാഗം. അതായത് സ്ഥിരതയില്ലാത്ത പുല്ലിൻ്റെയും അല്ലെങ്കിൽ പൂവിൻ്റെയും അതിൻ്റെ വരൾച്ചയുടെ ഒരു കാലഘട്ടത്തെ കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അത് സാധാരണയായി സംഭവിക്കുന്ന അതിന് തന്നെ മാറ്റങ്ങളുള്ള രണ്ട് വ്യത്യസ്ത വസ്തുക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് മാറ്റമില്ലാത്ത ദൈവവചനത്തെ അതിനോട് താരതമ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ തന്നെ പല സന്ദർഭങ്ങളും, അതായത് വിഷമത്തിൻ്റെതായാലും വിഷമത്തിൻ്റെ പ്രതിസന്ധികളായാലും അല്ലെങ്കിൽ പല സാഹചര്യങ്ങളും നമ്മെ തളർത്തുന്നതായാലും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾക്ക് നടുവിലൂടെ നാം നടന്നിരുന്നാലും അവിടെയൊക്കെയും ശക്തമായി മാറ്റമില്ലാതെ സ്ഥിരതയുള്ള മൂർച്ചയുള്ള വാളായി ദൈവത്തിൻ്റെ വചനം നമ്മളോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ മാറ്റമുള്ള ജീവിത സാഹചര്യങ്ങളോട് മാറ്റമില്ലാത്ത ആ ഒരു ദൈവവചനത്തെ ചേർത്ത് നിർത്തുവാൻ എപ്രകാരം എത്രത്തോളം നാം പരിശ്രമിക്കുമോ അത്രത്തോളം ദൈവത്തോടും ആ വചനത്തോടും ചേർന്ന് നിൽക്കുവാനും ജീവിതത്തിലെ സാഹചര്യങ്ങളെ മാറ്റമില്ലാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാനും നമുക്ക് സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി, അടിയുറച്ച വിശ്വാസത്തോടു കൂടി ഈ വചനത്തെ ഹൃദയത്തിലേറ്റുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. വചന സമീക്ഷയുടെ ഈ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഒരിടത്ത് ഒരു അമ്മയാടും 3 കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. ഈ അമ്മയാടാകട്ടെ വളരെയധികം മടിച്ചിയും തൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുവാൻ അത്രത്തോളം താല്പര്യമില്ലാത്തതുമായിട്ടുള്ള ഒരു അമ്മയായിരുന്നു. എന്നാൽ ഈ മക്കളാകട്ടെ എപ്പോഴും അമ്മയുടെ പിന്നാലെ കരഞ്ഞു നടക്കും, അമ്മേ ഭക്ഷണം തായോ, വിശക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മയാട് ഉറങ്ങുന്ന സമയത്ത് മക്കൾ വന്ന് പറയുകയാണ്, അമ്മേ ഞങ്ങൾക്ക് വിശക്കുന്നു. അപ്പോൾ ഈ അമ്മയാട് എഴുന്നേറ്റ് നിന്ന് പറയുന്നുണ്ട്, ഇതുങ്ങളെ കൊണ്ട്, ഈ നാശങ്ങളെ കൊണ്ട് ഞാൻ തോറ്റു. ഏത് നേരവും ഭക്ഷണമാണ്, കുഞ്ഞു കുട്ടികളാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, എപ്പോഴും ഭക്ഷണം വേണം, ഞാൻ ഇതിനൊക്കെ എവിടെ പോകാനാ? എന്നാൽ അതേസമയം ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കാണാതെ അമ്മയാട് അവിടെ നിന്ന് പുല്ല് തേടി അല്ലെങ്കിൽ ഭക്ഷണം തേടി യാത്രയാവുകയാണ്. അവൾ ആദ്യം ചെന്നെത്തുന്നത് ഒരു തോട്ടത്തിലാണ്. തോട്ടത്തിൽ ചെന്നെത്തിയ പാടെ തന്നെ അവൾ സന്തോഷിക്കുന്നുണ്ട്, ഒത്തിരി ഫലങ്ങളുണ്ട്, ഈ ഫലങ്ങൾ കൊണ്ടുപോയാൽ എൻ്റെ മക്കൾക്ക് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളത്. അങ്ങനെ അവൾ അത് കട്ടെടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥൻ വന്ന് ഇവളോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഈ ഭക്ഷണം അല്ലെങ്കിൽ നിന്റെ മക്കൾക്കുള്ളത് തരാം, പക്ഷേ നീ ഇവിടെ കള പറിക്കണം, നീ ഇവിടെ കുറച്ചെങ്കിലും അധ്വാനിക്കണം, ജോലി ചെയ്യണം എനിക്കായി, എന്നാൽ അതിനുള്ള പ്രത്യുപകാരമായി ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം, നിന്റെ മക്കളെ തൃപ്തിപ്പെടുത്താം നിനക്ക് ആഹാരം നൽകിക്കൊണ്ട്. എന്നാൽ മടിച്ചിയായ ഈ അമ്മയാട് അതിന് സമ്മതിക്കുന്നില്ല. അത് തിരിച്ചു പോവുകയാണ്. ഞാൻ എന്തിന് ഭക്ഷണത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നുള്ള ചിന്തയാൽ അത് തിരിച്ചു പോവുകയാണ്. വീണ്ടും അത് ചെന്നെത്തപ്പെടുന്നതോ മറ്റ് 2 പേരുടെ മുൻപിലേക്കാണ്. അവരും ഇതുപോലെ തന്നെയുള്ള പ്രതികരണമായിരിക്കും അമ്മയാടിന് നൽകുക. പക്ഷെ എന്നിരുന്നാലും വിശപ്പ് കൊണ്ട് അവൾ മുന്നോട്ട് വീണ്ടും നടക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇനി എന്തായിരിക്കും ഈ അമ്മയാടിനും, അല്ലെങ്കിൽ അവൾക്ക് ഭക്ഷണം കണ്ടെത്തി മക്കൾക്ക് നൽകുവാൻ സാധിക്കുമോ? എന്തായിരിക്കും മടിച്ചിയായ അമ്മ അല്ലെങ്കിൽ മടിയത്തിയായ അമ്മ മക്കൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളതിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി വചന സമീക്ഷയുടെ നമ്മുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സലീല ഗിൽബർട്ട്. സലീല ആന്റി എവിടെ നിന്ന് വിളിക്കുന്നു? കവടിയാർ, തിരുവനന്തപുരത്തെ അല്ലേ? അതെ അതെ. ഓക്കെ ആന്റി, മഴയൊക്കെ ഉണ്ടോ അവിടെ? പിന്നെന്താ, ഇപ്പൊ ഇല്ല. മഴയുണ്ട്. ഓക്കെ ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ദൈവകൃപയാൽ അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലാരൊക്കെ ഉണ്ട്? യേശുവപ്പന്റെ ചിറകടിക്കയിൽ അണച്ചിട്ടുണ്ട്. ഓക്കെ, അവിടെയും ഒരു വചനമാണ്. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് എന്റെ ഇളയ മകനും അവരുടെ കുടുംബം. അവന് 2 പിള്ളേരാണ്. അങ്ങനെ ഇളയ മകനും കുടുംബവുമായിട്ട് ഞാൻ സന്തോഷമായിട്ട് പോകുന്നു. ഓക്കെ, ആ സന്തോഷത്തിന്റെ യാത്ര നമുക്ക് ഇനി അനുഭവങ്ങൾ പങ്കുവെക്കാം. അതിനു മുൻപ് നമുക്ക് 4 ക്വസ്റ്റ്യൻസ്, അതിൽ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഇടയ്ക്ക് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പം ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: അവരുടെ അരമനകളിലും മനോഹര മന്ദിരങ്ങളിലും ഓരിയിടുന്നത് ആരാണ്? ചെന്നായ്ക്കളും കുറുനരികളും. ശരി ഉത്തരമാണ് ആന്റി, കൺഗ്രാറ്റുലേഷൻസ്.
ഉത്തരം ഇതാണ്, ചെന്നായ്ക്കളും കുറുനരികളും. അതെ. അതെ, ഓക്കെ. അപ്പോൾ ആൻറ്റി ബാക്കി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചാട്ടെ. എങ്ങനെ ആൻറ്റിക്ക് പാട്ട് പാടാനാണോ ഇഷ്ടം, അതോ വചനം പറയുവാനാണോ, അതോ എന്താണ് വചനവുമായിട്ട് ബന്ധപ്പെടുത്തി ആൻറ്റിക്ക് ചെയ്യാൻ പറ്റുക? എനിക്ക് പാട്ട് പാടാം. പാടിക്കോളൂ. കല്ലറ മുന്നിൽ നിന്നും കണ്ണീർക്കൊപ്പന ഉയർത്തെഴുന്നേറ്റവൻ മുന്നിലുണ്ടല്ലോ, ഉയർത്തിടും ഓമന പേർ ചൊല്ലി വിളിക്കും. ഉയർത്തെഴുന്നേറ്റവൻ മുന്നിലുണ്ടല്ലോ, ഉയർത്തിടും ഓമന പേർ ചൊല്ലി വിളിക്കും. കാരുണ്യത്തിൻ ബലിപീഠമേ കാൽവരി യാഗമേ മറുവിലയായി വന്നോനെ കരുതുന്ന കർത്തൻ നീയല്ലോ. ഓക്കെ ആൻറ്റി, നന്നായിട്ട് പാടി, നന്നായിട്ട് പാടി. എന്റെ പാട്ടാണ്. ആന്റിയുടെ പാട്ടാണോ? മീൻസ് ആന്റി ലിറിക്സ് എഴുതി അങ്ങനെയാണോ? അതെ, ഞാൻ എഴുതിയത്. ഓ, വളരെ മനോഹരമായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനിയുള്ള എന്താ പറയാ, ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാം. അപ്പൊ എന്തായാലും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ, ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യം ഇതാണ്. ഇതൊക്കെയും സംഭവിക്കാനുള്ള കാലം അടുത്തിരിക്കുന്നു, അതിന്റെ കാലം ദീർഘിച്ചു പോവുകയില്ല എന്ന് പ്രവചിച്ചിരിക്കുന്നത് ആരാണ്? ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഏശയ്യാവ്. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് കൂടെ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇസ്രായേലിന് എന്ത് സംഭവിക്കുമെന്നാണ് യഹോവയിൽ നിന്ന് ഏശയ്യാവിന്റെ പ്രവചനം? ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് സ്വദേശത്ത് പാർപ്പിക്കും. സംശയമൊന്നുമില്ല, അതും ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ഇതാണ്, ഇസ്രായേലിനെ വീണ്ടും തിരഞ്ഞെടുത്ത് അവരുടെ സ്വന്തം ദേശത്ത് അവരെ പാർപ്പിക്കും. ഇപ്പൊ സന്തോഷമായില്ലേ 3 ക്വസ്റ്റ്യൻസ് ശരിയായപ്പോ? ഓക്കെ, അപ്പൊ നമുക്ക് നാലാമത്തെയും കൂടി ചോദിക്കാം അല്ലേ? ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്. യഹോവ ഇസ്രായേലിനെ വീണ്ടും യഥാസ്ഥാനത്താക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു? ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗ്രഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരെയും അടക്കിക്കൊള്ളും. ആൻറ്റി ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാവോ? എങ്ങനെയായിരുന്നു എന്നല്ല, യഹോവ ഇസ്രായേലിനെ വീണ്ടും യഥാസ്ഥാനത്താക്കുന്നതിന്റെ കാരണം എന്തായിരുന്നു? എന്തുകൊണ്ടാണ് ആ യഥാസ്ഥാനത്തോട്ട് തിരിച്ചു കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആക്കുന്നത്? യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞ്. അതെ, അപ്പൊ അതിന്റെ ഉത്തരം ശരി ഉത്തരം അതാണ്, കൺഗ്രാറ്റുലേഷൻസ്. അപ്പോ ശരി ഉത്തരം ഇതാണ്, യാക്കോബിനോട് മനസ്സലിഞ്ഞത് കൊണ്ട്. ഓക്കെ, ഇപ്പൊ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടിയില്ലേ? ആദ്യം പറഞ്ഞതെല്ലാം ഇസ്രായേലിന് അത് എന്ത് സംഭവിച്ചു എന്നുള്ളതാ, പക്ഷെ സംഭവിക്കാനുള്ള കാരണമായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ 4 ക്വസ്റ്റ്യൻസ് ശരിയായി, ഒരു പാട്ടൊക്കെ പാടി. സന്തോഷമായോ? ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും വിളിച്ചതിന് താങ്ക് യു. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. സലീല ആൻറ്റി ആയിരുന്നു നമ്മളോടൊപ്പം കോളിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആൻറ്റി വളരെ മനോഹരമായിട്ട് ആൻറ്റി തന്നെ സ്വയം എഴുതിയൊരു ഗാനം നമുക്ക് വേണ്ടി ആലപിച്ചു. അപ്പോൾ അത്രയും താലന്തുകളെ, ദൈവം നൽകിയ താലന്തുകളെ ഇതുപോലെ ഉപയോഗിക്കുന്ന ആൾക്കാർ ഇനിയും പ്രേക്ഷകർ നമ്മളെ വിളിക്കുന്നത് അത്രയും സന്തോഷകരമുള്ള ഒരു കാര്യമായിരിക്കും. അപ്പോൾ ആൻറ്റിക്ക് വേണ്ടിയിട്ട് കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രാർത്ഥനയിൽ ഓർക്കാം. നമുക്ക് കഥയിലേക്ക് മടങ്ങി വരാം. ആ അമ്മയാട് തൻ്റെ മക്കൾക്കുള്ള ഭക്ഷണത്തിനായി മടിച്ചയായ അമ്മയാട് രണ്ടാമതായി സമീപിക്കുന്നത് ഒരു കൃഷിക്കാരനെ ആയിരുന്നു. അദ്ദേഹം ആകട്ടെ അവളോട് പറഞ്ഞു,
ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം, ബാക്കിയുള്ള ആടുകളെ പോലെ ഞാൻ നിനക്ക് ഭക്ഷണം നൽകാം, ഞാൻ അവർക്കെല്ലാം കൊടുക്കുന്നത് പോലെ. പക്ഷെ നീ എനിക്ക് പാല് തരണം, നിന്റെ പാല് എനിക്ക് തരണം, അത് വെച്ച് എനിക്ക് കച്ചവടം നടത്തണം. എന്നാൽ അപ്പോഴും ഈ അമ്മയോട് ചിന്തിക്കുന്നുണ്ട്, ഞാൻ എന്തിനാണ് കുറച്ച് ഭക്ഷണത്തിന്, അതായത് എൻ്റെ മക്കൾക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിന് എൻ്റെ അധ്വാനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയോട് അവിടെ നിന്നും തിരിച്ചു നടക്കുന്നുണ്ട്. അവൾ മൂന്നാമതായി എത്തപ്പെടുന്നതോ ഒരു ചോളം പാടത്തിൻ്റെ നടുവിലാണ്. അവിടെയാണെങ്കിൽ ആരെയും കാണാനുമില്ല. വയറ് നിറച്ച് അവൾ ഭക്ഷിച്ചു. അതിനുശേഷം കുറച്ചെടുത്ത് തൻ്റെ മക്കൾക്ക് കൊണ്ടുപോകുവാനും വെച്ചു. എന്നാൽ മടിച്ചായതുകൊണ്ടും നടന്ന് ക്ഷീണിച്ചത് കൊണ്ടും തന്നെ അവൾ തീരുമാനിക്കുകയാണ് കുറച്ചു നേരം വിശ്രമിച്ചതിന് ശേഷം അവിടെ നിന്ന് പോകാം. അങ്ങനെ ഒരു മരച്ചുവട്ടിൽ കിടന്ന് ആ അമ്മയാട് ഉറങ്ങിപ്പോകുന്നു. അതേസമയം കൃഷിക്കാരൻ അവിടേക്ക് വരുന്നു. കൃഷിക്കാരൻ നോക്കുമ്പോൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വളർത്തിയ എല്ലാ ചോളത്തിൻ്റെയും നടുവിൽ ഒരു ഭാഗം അവിടെ നിന്നും പറിച്ചു മാറ്റപ്പെട്ടിരിക്കുന്നു. അയാൾ അത്യധികം കോപത്തോടുകൂടി ആ പറമ്പ് നിരീക്ഷിക്കുമ്പോൾ ആകട്ടെ ഒരു അമ്മയാട് അല്ലെങ്കിൽ ഒരു ആട് മരത്തിന് കീഴെ കിടന്നുറങ്ങുന്നു. ദേഷ്യം വന്ന കർഷകനാകട്ടെ അമ്മയാടിനെ പിടിച്ച് കെട്ടിയിട്ട് ഒരു ശിക്ഷ നൽകുകയാണ്. ഇനി ഞാൻ നിന്നെ ഇവിടെ നിന്ന് അഴിച്ചു വിടുകയില്ല. അപ്പോഴെല്ലാം ഈ അമ്മയാട് പറയുന്നുണ്ട്, എൻ്റെ മക്കൾക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ഭക്ഷണം നൽകണം, ഞാൻ അതിനുവേണ്ടി അധ്വാനിക്കുകയായിരുന്നു, ഞാൻ വലയുകയായിരുന്നു. അങ്ങനെ കുറച്ചേറെ കള്ളങ്ങൾ തട്ടിവിട്ടുകൊണ്ട് മനസ്സലിയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കർഷകനാകട്ടെ യാതൊരുവിധ മനസാക്ഷിയുമില്ലാതെ അവളെ അവിടെ പിടിച്ചു കെട്ടിയിടുകയാണ്. എന്നാൽ ഇതേ സമയം വീട്ടിലിരുന്ന് മക്കൾ കരയാൻ തുടങ്ങി. അമ്മയെ കാണാനില്ല. അമ്മയെ അന്വേഷിച്ച് യാത്ര തിരിച്ചിറങ്ങാൻ തുടങ്ങുകയാണ്. ആ വിശന്ന് വലഞ്ഞ മക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ ആ മക്കൾക്ക് എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും, അല്ലെങ്കിൽ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് മക്കൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ അമ്മയെ അവർക്ക് കണ്ടെത്താനാകുമോ, അവർക്ക് ഭക്ഷണം ലഭിക്കുമോ തുടങ്ങിയ വിശേഷങ്ങളിലേക്ക് നമുക്ക് വരാം. അതിനു മുൻപായി നമ്മുടെ രണ്ടാമത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ആലീസ് ജോയ് ആന്റി, പന്തളത്തുനിന്നല്ലേ? ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഓക്കെ, എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആന്റി, അവിടെ എങ്ങനെ മഴയൊക്കെ ഉണ്ടോ? ഓക്കെ, കുറച്ചധികം വെയിലും ഉണ്ടല്ലേ? ഓക്കെ, അപ്പൊ ആന്റി എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ആന്റിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഇസ്രായേൽ അവരെ പീഡിപ്പിച്ചവരോട് എന്താണ് ചെയ്യുന്നത്? അവരെ പീഡിപ്പിച്ചവരോട് എന്താണ് ചെയ്യുന്നത്? തങ്ങളെ ബദ്ധരാക്കിയവരെ അവർ ബദ്ധരാക്കുകയും തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും. ശരി ഉത്തരമാണ് ആന്റി, കൺഗ്രാറ്റുലേഷൻസ്. ആന്റി പറഞ്ഞ ഉത്തരം നമ്മുടെ ബൈബിളിലേക്ക്, അതായത് ഇവിടുത്തെ ബൈബിളിലേക്ക് വരുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വാക്കുകളിൽ ഉണ്ടാകും. ഉത്തരം ഇതാണ്: ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കി വാഴും. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഓക്കെ, ചോദ്യം ഇതാണ്: പീഡിപ്പിക്കുന്നവർ എങ്ങനെ ഇല്ലാതായി? സ്വർണ്ണ നഗരം എങ്ങനെ നശിച്ചുപോയി എന്ന പാട്ട് ആരെക്കുറിച്ച് പാടാനാണ് യഹോവ പറഞ്ഞത്? ശരി ഉത്തരമാണ്, കൺഗ്രാറ്റുലേഷൻസ്. ബാബിലോൺ രാജാവിനെ കുറിച്ച് എന്നുള്ളതാണ് ഉത്തരം. ഓക്കെ, അത് പെട്ടെന്ന് പറഞ്ഞു, അറിയായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ആന്റി എങ്ങനെയാ നമുക്ക് വേണ്ടിയിട്ട് വചനം പങ്കുവെക്കുവാണോ? എന്താ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്യാ? പാട്ട് പാടുവാണോ, വചനം പങ്കുവെക്കുവാണോ, അതോ എന്തെങ്കിലും അനുഭവം പറയണോ? എന്താ ചെയ്യാ? പാട്ട് പാടിക്കോളൂ. ദൈവം ചെയ്ത നന്മകൾക്കെല്ലാം നന്ദി പറഞ്ഞിടുവാൻ നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. നാവിതു പോരാ, നാളിതു പോരാ, ആയുസ്സിനിതു പോരാ. വളരെ നന്നായിട്ട് പാടി, നല്ല സൗണ്ടാ, നല്ല വോയിസാ. പാട്ട് പാടാറുണ്ടോ ആന്റി? ഓക്കെ, വെറുതെ അല്ല, അത്രയും നല്ല വോയിസ് ആയിരുന്നു കേൾക്കാൻ. ഓക്കെ, നമുക്കെന്നാ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: യഹോവ വടിയും ചെങ്കോലും ഒടിച്ചു കളഞ്ഞത് ആരുടെയാണ്? ദുഷ്ടന്മാരുടെ. ഒന്നും കൂടെ ഉണ്ട്, ദുഷ്ടന്മാരുടെ വടിയും വാഴുന്നവരുടെ ചെങ്കോലും. ഓക്കെ, ഇപ്പോഴാണ് ശരി ഉത്തരമായത്, ഇപ്പോഴല്ലേ അതിന്റെ ഒരു പൂർണ്ണത വന്നത്. അപ്പം കൺഗ്രാറ്റുലേഷൻസ്, ശരി ഉത്തരം ഇതാണ്:
ദുഷ്ടന്മാരുടെയും വാഴുന്നവരുടെയും. ഇപ്പൊ ക്ലിയർ ആയില്ലേ? ആ ഓക്കെ, എന്നാൽ നമുക്ക് നാലാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. പോകാം. ഓക്കെ, നാലാമത്തെ ചോദ്യം ഇതാണ്. താഴെ പാതാളം ഉല്ലാസം പൂണ്ടിരിക്കുന്നത് ആരെ എതിരേൽക്കുവാനാണ്? ജാതികളുടെ സകല രാജാക്കന്മാരെയും ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്യും. അല്ല, ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രാജാവിനെ പറയുന്നുണ്ട്. എന്താ? താഴെ പാതാളം ഉല്ലാസം പൂണ്ടിരിക്കുന്നത് ആരെ എതിരേൽക്കുവാനാണ്? ആരെയോ ഒരാളെ എതിരേൽക്കുവാൻ. ബാബിലോൺ രാജാവ്. ബാബിലോൺ രാജാവ്. ഓക്കെ, ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം ബാബിലോൺ രാജാവ്. ആ ആ ഓക്കെ, ഇപ്പൊ 4 ക്വസ്റ്റ്യൻസും ശരി ഉത്തരം പറഞ്ഞല്ലോ. സന്തോഷമായല്ലോ? സന്തോഷം. ഓക്കെ, അപ്പം ആന്റി താങ്ക് യു കേട്ടോ വിളിച്ചതിന്. ആ ഇനിയും വിളിക്കാം. വിളിക്കാം. ഓക്കെ, താങ്ക് യു ആന്റി, താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് ആലിസ് ജോയ് ആൻറ്റി ആയിരുന്നു. ആൻറ്റി വളരെ സന്തോഷത്തോടു കൂടി നല്ല രീതിക്ക് തന്നെ നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻസിനും ഉത്തരം പറഞ്ഞു, പാട്ടുപാടി. ഇനിയും നമ്മളെ വിളിക്കുക, നമ്മുടെ ഈ ഒരു വചന സമീക്ഷയുടെ ഭാഗമാവുക. അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലേക്ക് മടങ്ങി വരാം. ഈ അമ്മയാടിനെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. മക്കള് അമ്മയെ അന്വേഷിച്ചിറങ്ങുകയാണ്. എന്നാൽ 3 ദിവസം കഴിഞ്ഞിട്ടും അമ്മയെ അവർക്ക് കണ്ടെത്താനാകുന്നില്ല. അവരെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലാതെ പോകുന്നു. 3-ാം ദിവസം രാത്രി അതുവഴി പോകുന്ന ഒരു എലിയുടെ സഹായത്തോടു കൂടി ആ കയറ് മുറിച്ച് അമ്മയാട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നാൽ അതേസമയം തൻ്റെ മക്കളെ കാണാതെ പരിഭ്രാന്തയാകുന്നു. അവൾ മക്കളെ അന്വേഷിച്ചിറങ്ങിയാണ്. അപ്പോഴാണ് അവൾ തിരിച്ചറിയുന്നത് മക്കളോടുണ്ടായിരുന്ന സ്നേഹം. നമ്മുടെ കൺമുന്നിൽ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ആ സ്നേഹത്തിൻ്റെ വില, അല്ലെങ്കിൽ അവരുടെ ഒരു കരുതലിൻ്റെ വില, അവരുടെ ഒരു വാത്സല്യത്തിൻ്റെ വില അറിയാതെ പോയി. എന്നാൽ അവരെ കാണാതില്ല എന്ന് കേട്ട നിമിഷം തന്നെ അമ്മയുടെ ഹൃദയം പിടയ്ക്കുകയാണ്. അവൾ തൻ്റെ മക്കളെ അന്വേഷിച്ചിറങ്ങുകയാണ്. അവിടെ അവൾക്ക് മടി പിടിച്ചിരിക്കുവാനോ ഉറങ്ങുവാനോ ഉള്ള സമയമായിട്ട് തോന്നിയില്ല. അങ്ങനെ മക്കളെ അന്വേഷിച്ചിറങ്ങുമ്പോൾ ഒരിടത്തും കണ്ടു കിട്ടുന്നില്ല. അങ്ങനെ അലഞ്ഞലഞ്ഞ് ഏറ്റവും വിഷമത്തോടു കൂടി എത്തപ്പെടുന്നത് അവളെ കെട്ടിയിട്ട ആ കൃഷിക്കാരൻ്റെ അടുത്തേക്ക് തന്നെയാണ്. അവൾ പറയുന്നുണ്ട്, എൻ്റെ അനാസ്ഥ മൂലം, എൻ്റെ മടി മൂലം, എൻ്റെ അലസത മൂലം എൻ്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെട്ടു. അവരെ കാണാനില്ല. അവർ ഏതെങ്കിലും വന്യമൃഗത്തിന് ഇരയായി തീർന്നിട്ടുണ്ടാകും ഇതിനോടകം. ഞാൻ പാപിയായ ഒരു അമ്മയാണ്. എന്നെ ഇനി എൻ്റെ ജീവിതം ഇവിടെ ഹോമിക്കുവാൻ ഞാൻ തീരുമാനിക്കുന്നു. എന്നെ പിടിച്ച് കെട്ടിയിട്ടുകൊള്ളുക. ഞാൻ പട്ടിണി കിടന്ന് മരിച്ചോളാം. എൻ്റെ മക്കൾ പട്ടിണി കിടന്ന് കരഞ്ഞതുപോലെ. എന്നാൽ ഈ കൃഷിക്കാരൻ ഇത് കേട്ടിട്ട് പെട്ടെന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോവുകയാണ്. അദ്ദേഹം വീണ്ടും പറയുന്നുണ്ട്, നിന്റെ മക്കളെ നീ തിരയും, നിനക്ക് കണ്ടുപിടിക്കാനാകും. പക്ഷേ അമ്മയോട് പറയുന്നു, ഒരിക്കലുമില്ല. കാരണം ഇതിനോടകം അവർ എന്നെ കണ്ടെത്തിയില്ല, ഞാനും അവരെ കണ്ടെത്തിയില്ല. 3 ദിവസത്തെ അതിജീവിക്കുവാനുള്ള കരുത്തൊന്നും എൻ്റെ മക്കൾക്കില്ല. അങ്ങനെ അമ്മയുടെ ഏറ്റവും വിഷമത്തോടു കൂടി ആ കൃഷിക്കാരൻ പിടിച്ച് കെട്ടിയിടാതെ തന്നെ ആ മരത്തിൻ്റെ കീഴിലേക്ക് സ്വമേധയാ കിടക്കുകയാണ്. അതേസമയം പിറകിൽ നിന്നും അവളൊരു ശബ്ദം കേൾക്കുന്നു. എന്തായിരിക്കും ആ ശബ്ദം? ആരായിരിക്കും അവളെ വിളിച്ചത് എന്ന ആ ഒരു കഥയിലേക്ക് നമുക്ക് മടങ്ങി വരാം. അതിനു മുൻപായി നമ്മുടെ ഇന്നത്തെ അവസാനത്തെ കോളറിലേക്ക് നമുക്ക് പോയി വരാം. നമസ്കാരം, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് സുനി. ചേച്ചി എവിടെ നിന്ന് വിളിക്കുന്നു? ഞാൻ ട്രിവാൻഡ്രം. ട്രിവാൻഡ്രത്ത് നിന്ന്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ? അതെ, സുഖമായിരിക്കുന്നു. ഓക്കെ, ചേച്ചി വർക്ക് ചെയ്യുവാണോ? ആ, ഒരു നഴ്സറി സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ, നൈസ്. ഓക്കെ, അപ്പൊ സ്കൂളൊക്കെ തുറന്നല്ലോ, കുഞ്ഞുമക്കളൊക്കെ വന്നു കാണുമല്ലോ. ആ, വന്നു. ഓക്കെ, അപ്പൊ ചേച്ചി മഴയൊക്കെ ഉണ്ടോ ഇവിടെ? ആ, മഴ ഇപ്പോ തോർന്നു നിൽക്കുന്നു. ഇന്ന് മഴയില്ല. ഓക്കെ 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 എന്നാലും ആ ഒരു വേനലിന്റെ അതിൽ നിന്നൊരു ആശ്വാസം കിട്ടിയല്ലോ. അതെ. ഓക്കെ, അപ്പൊ ചേച്ചി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോലെ, എന്നിട്ട് നമുക്ക് വിശേഷങ്ങളിലേക്ക് വരാം. ഓക്കെ, അപ്പൊ ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള, സുനി ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒന്നാമത്തെ ചോദ്യം ഇതാണ്. പാതാളത്തിൽ അവന്റെ കിടക്കയും പുതപ്പും എങ്ങനെയുള്ളതാണ്? പാതാളത്തില് അവന്റെ കിടക്കയും പുതപ്പും എന്തോന്ന്, കൃമികളെ കൊണ്ട് പുതപ്പാക്കിയിരിക്കുന്നു. തീ അല്ല, കൃമിയുടെ കൂടെ നിൽക്കുന്ന ഒരു ജീവിയാണ്. പുഴുവും കൃമിയും പുതപ്പായിരിക്കുന്നു. ശരി ഉത്തരമാണ്. കൺഗ്രാറ്റുലേഷൻസ്. പുഴുക്കളെ വിരിച്ചിരിക്കുന്നു, കൃമികളെ പുതപ്പാക്കിയിരിക്കുന്നു. അതെ. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ചോദ്യം ഇതാണ്. ആകാശത്തു നിന്ന് വെട്ടേറ്റ് നിലത്ത് വീണത് ആരാണ്? അരുണോദയ പുത്രനായ ശുക്രൻ. ഓക്കെ, ശരി ഉത്തരം. കൺഗ്രാറ്റുലേഷൻസ്. ഉത്തരം അരുണോദയ പുത്രനായ ശുക്രൻ.
ഓക്കെ ചേച്ചി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു വചനം പറയാൻ പറ്റുമോ? ആ പറഞ്ഞോളൂ. രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനും തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. ഓക്കെ, മീൻസ് ഇഷ്ടപ്പെട്ട വചനാണോ ഇത്? വെറുതെയല്ല, ചോദിച്ച ഉടനെ പറയാൻ പറ്റിയ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ ചേച്ചി, ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ലൂസിഫറിന്റെ പതനത്തിനുള്ള കാരണം എന്തായിരുന്നു? താൻ അത്യുന്നതിന് സമനാകുമെന്ന് ഹൃദയത്തിൽ അഹങ്കരിച്ചു. ശരി ഉത്തരം, കൺഗ്രാറ്റുലേഷൻസ്. സംശയമൊന്നും വേണ്ട, ശരിയാണ്. താൻ അത്യുന്നതനോട് സമനാണെന്ന് ഹൃദയത്തിൽ അഹങ്കരിച്ചതിനാൽ ലൂസിഫർ പതനത്തിലേക്ക് പോയി, അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ അതും കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ലൂസിഫർ ഹൃദയത്തിൽ പറഞ്ഞത് എന്തായിരുന്നു? ഞാൻ അത്യുന്നതിന്റെ മുകളിൽ കയറും, അവന്റെ സിംഹാസനത്തിന് മുകളിൽ അവൻ നക്ഷത്രങ്ങൾക്ക് മുകളിൽ തന്റെ സിംഹാസനം വയ്ക്കുമെന്ന്. ഓക്കെ, ശരി ഉത്തരമാണ്. അപ്പൊ ഉത്തരം ഇതാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ ഉയർത്തും. അപ്പൊ ഇപ്പൊ സന്തോഷമായില്ലേ? 4 ക്വസ്റ്റ്യൻസ് ശരിയായി. ഓക്കെ, അപ്പൊ ചേച്ചി എന്തായാലും താങ്ക് യു കേട്ടോ. ഇനിയും വിളിക്കുക. ഓക്കെ ചേച്ചി, വിളിച്ചതിന് താങ്ക് യു. എന്തായാലും പ്രാർത്ഥിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് സുനി ചേച്ചിയായിരുന്നു. അപ്പോൾ ചേച്ചി 4 ക്വസ്റ്റ്യൻസും ശരിയായിട്ട് ഉത്തരം പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് വേണ്ടി ഒരു വചനം പറഞ്ഞു. അപ്പോൾ ചേച്ചിക്കും ചേച്ചിയുടെ ആ ഒരു ജോലി മേഖലയൊക്കെ നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. നമ്മുടെ കഥയുടെ അന്ത്യഘട്ടത്തിലേക്ക് നമുക്ക് വരാം. ഈ അമ്മയാട് ഏറ്റവും ക്ഷീണിച്ച അവശയായി കിടക്കുന്ന സമയത്ത് പുറകിൽ നിന്ന് കേൾക്കുന്ന വിളി മറ്റാരുടെയും ആയിരുന്നില്ല. അവൾക്ക് കാണാതെ പോയി എന്ന് വിശ്വസിച്ചിരുന്ന 3 കുഞ്ഞുങ്ങളുമായിരുന്നു. അവർ അമ്മയെ അന്വേഷിച്ച് പലരും പറഞ്ഞു കേട്ടത് വെച്ച് അവളെ ഇവിടെ കെട്ടിയിട്ടിരിക്കുന്നു എന്നറിഞ്ഞത് കൊണ്ട് അവിടെ എത്തിയതാണ്. അപ്പോൾ ഈ മക്കളെ കണ്ട സമയം അമ്മ തിരിച്ചു ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, കരഞ്ഞു വിളിക്കുന്നുണ്ട്. അതേസമയം ഇത് കണ്ട കർഷകനും സന്തോഷമാവുന്നുണ്ട്. അദ്ദേഹം അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം നൽകുന്നു. എന്നിട്ട് ഈ അമ്മയാട് കർഷകനോട് മാപ്പ് ചോദിക്കുന്നുണ്ട്. ഞാൻ അധ്വാനിക്കാതെയാണ് ഞാൻ ഈ ഫലം കഴിച്ചത്, അങ്ങയുടെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാൻ തിന്നു തീർത്തത്. തീർച്ചയായിട്ടും എൻ്റെ മടിയും എൻ്റെ അലസതയും മക്കളോടുള്ള ആ ഒരു സ്നേഹത്തിന്റെ കുറവും ഞാൻ അറിഞ്ഞിരുന്നില്ല. എനിക്ക് എൻ്റെ മക്കളോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു എന്നുള്ളത്. നഷ്ടപ്പെടലിന്റെ വേദന എത്താറായപ്പോഴാണ് ഞാൻ അതൊക്കെയും തിരിച്ചറിഞ്ഞത്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമായിരിക്കും ഇത്. ഇനി ഞാൻ ഒരിക്കലും അലസത കാണിക്കുകയില്ല, മടി കാണിക്കുകയില്ല. ഞാൻ അധ്വാനിക്കും. എൻ്റെ മക്കൾക്ക് വേണ്ടി, അവരുടെ വയറ് നിറയുന്നതിന് വേണ്ടി ഞാൻ അധ്വാനിക്കും. അങ്ങനെ സന്തോഷത്തോടു കൂടി അമ്മയാടും മക്കളും തിരിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിലും പലപ്പോഴും ഈ നഷ്ടപ്പെടലിൻ്റെ വേദന ഒരുപക്ഷെ കയ്യിൽ നിന്ന് പോയതിന് ശേഷമായിരിക്കാം ആ വേദന എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. നമ്മുടെ കയ്യിൽ അല്ലെങ്കിൽ നമ്മുടെ ഉള്ളം കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം നമ്മളോടൊപ്പം ഉണ്ടായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ ചുറ്റും ഉണ്ടായിരിക്കുമ്പോൾ അവരുടെ വില നാം അറിയാതെ പോകുന്നുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വലിയൊരു തീരാ നഷ്ടം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴോ അപ്പോഴായിരിക്കും ആ സ്നേഹത്തിൻ്റെ, ആ വാത്സല്യത്തിൻ്റെ വില നമ്മൾ അറിയുന്നത്. നമ്മുടെ മാതാപിതാക്കളിലൂടെയും നമ്മുടെ സുഹൃത്തുക്കളിലൂടെയും സഹോദരങ്ങളിലൂടെയുമുള്ള നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃത്ത് വലയങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടങ്ങൾ ഒക്കെയും ആ ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ നിലനിർത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം. നഷ്ടപ്പെടുമ്പോഴല്ല, മറിച്ച് നമ്മുടെ ഒപ്പം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ വിലയറിഞ്ഞ് അവരെ സ്നേഹിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഒപ്പം അലസതയും മടിയും ഉപേക്ഷിച്ച് അമ്മയാടിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാൻ കൂടി നമുക്ക് പരിശ്രമിക്കാം. അതിനുള്ളതായി നമ്മുടെ ജീവിതത്തെ നമുക്ക് പരിവർത്തനപ്പെടുത്താം. വചന സമീക്ഷയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. പുതിയൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.